ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇതുപോലെ കറ പിടിച്ച വെള്ള ഡ്രസ്സുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നാണ്. അപ്പം എല്ലാവരുടെയും വീട്ടിൽ പ്രത്യേകിച്ചും കുട്ടികളുടെ വെള്ള ഡ്രസ്സൊക്കെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയത്ത് ഇതുപോലെ കറ പിടിക്കാറുണ്ട്. നമ്മൾ സാധാരണ ഒന്ന് ഡിറ്റർജൻറ്റൊക്കെ യൂസ് ചെയ്ത് കഴുകിയാലൊന്നും ഈ കറ പോകത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കറകൾ എങ്ങനെ കളയാമെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു മഞ്ഞ കളറോ അങ്ങനെ എന്തെങ്കിലും പിടിച്ച ഡ്രസ്സുകൾ അല്ലെങ്കിൽ നിറം മങ്ങിയ വെള്ള ഡ്രസ്സുകളൊക്കെ എങ്ങനെ ക്ലീൻ ചെയ്യാമെന്നും ഞാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പം ഇതിലിപ്പോൾ ദാ ഈ ഒരു കഴുത്തിൻ്റെ ഭാഗത്താണ് കൂടുതൽ കറ പിടിച്ചിരിക്കുന്നത്. കുട്ടിക്ക് ഫുഡ് കൊടുക്കുന്ന സമയത്താണ് ഈ ഒരു കറ ആയിട്ടുള്ളത്. അപ്പം അത് നമുക്ക് ഈസി ആയിട്ട് കളയാം. വെള്ള മാത്രമല്ല, ലൈറ്റ് കളർ ഡ്രസ്സിലൊക്കെ ഉള്ള കറകൾ ഇങ്ങനെ കളയാവുന്നതാണ്. അപ്പം നമ്മുടെ കുട്ടികളുടെയും വലിയവരുടെയും ഒക്കെ വെള്ള ഡ്രസ്സ് ഇതുപോലെ കറ പിടിക്കുന്ന സമയത്ത് അത് ഒരുമിച്ച് എടുത്ത് വെച്ചതിന് ശേഷം ഇങ്ങനെ തന്നെ ചെയ്ത് നോക്കിയാൽ മതിയാവും. ഒന്ന് 2-3 ഡ്രസ്സ് ഒരുമിച്ചാവുന്ന സമയത്ത് ചെയ്ത് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഫ്രണ്ട് ഭാഗത്ത് മാത്രമേ കറ ഉള്ളൂ, ബാക്കി നിറം ഒന്ന് മങ്ങിയിട്ടുണ്ട് വെള്ള ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് കറ മാറ്റുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ കറ കളയാൻ വേണ്ടിയിട്ട് ഈ ഒരു ടീഷർട്ട് അല്ലാതെ ഒരു ബനിയനാണ്. ഈ ഒരു ബനിയൻ ഒരു ചെറിയ ബേസിനകത്തേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ കറയുടെ ഭാഗം നന്നായിട്ട് നമുക്ക് കഴുകാവുന്ന രീതിയിൽ വേണം വെക്കാൻ. അപ്പോൾ കറ ഉള്ള സ്ഥലത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുവാണ്. അപ്പോൾ വെള്ളം നനഞ്ഞാലേ ആ ഒരു നമ്മൾ ചെയ്യുന്നതൊക്കെ ഇതിലേക്ക് പിടിക്കുള്ളൂ. അതുകൊണ്ടാണ് ആ കറ ഉള്ള ഭാഗത്തേക്ക് ഒന്ന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും ആ കറ. അപ്പം വെള്ളം ഒഴിച്ച് ആദ്യം ഇതൊന്ന് നനയണം. നനഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം. ഇത് സാധാരണ നമ്മൾ വീട്ടിൽ ഫുഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അപ്പക്കാരം അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ കറയുള്ള ഭാഗത്തേക്കാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കറ എത്രയുണ്ട് എന്നനുസരിച്ചിട്ടാണ് ഇതിൻ്റെ അളവ് തീരുമാനിക്കുന്നത്. അപ്പോൾ കറ ഉള്ള സ്ഥലത്തേക്ക് ഓരോ ഭാഗത്തേക്കായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പം ഒരുപാട് കറിയൊക്കെ ഉണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിപ്പം അധികമൊന്നും ഇല്ല, കുറച്ച് കറയേ ഉള്ളൂ. അതെല്ലാം ഫുഡിൻ്റെ കറയാണ്. അപ്പം ഞാനിപ്പോൾ ഉള്ള ഭാഗത്തെല്ലാം ഇട്ട് കൊടുക്കുവാണ്. ഇപ്പം എല്ലാം കൂടി ഒരു 2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ ഇതിലേക്ക് മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. കറ ഉള്ള ഭാഗത്തേക്കായിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് കറ ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ആ നനച്ച ഭാഗത്തേക്ക് ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. നമ്മൾ സാധാരണ വീട്ടിൽ അച്ചാറൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വൈറ്റ് വിനേഗർ തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഇട്ടതിൻ്റെ പുറത്തേക്കാണ് വിനാഗിരി ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തേക്കൊക്കെ നമ്മൾ വിനാഗിരി ഒഴിച്ച് കൊടുക്കുമ്പോൾ ദാ ഇതുപോലെ പതഞ്ഞ് പൊങ്ങി വരും. പിന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അത് പല ടൈപ്പിൽ ക്ലീൻ ചെയ്യുന്ന വീഡിയോസും ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കാം. അപ്പോൾ അതിൻ്റെ പുറത്തേക്ക് ഞാൻ കുറച്ച് ഡിറ്റർജൻറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ സാധാരണ വീട്ടിൽ തുണി കഴുകാൻ ഉപയോഗിക്കുന്ന ഏത് ഡിറ്റർജൻ്റ് ആണെന്ന് വെച്ചാൽ അത് ഈ ഒരു കറവുള്ള ഭാഗത്തിന് മുകളിലേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ എന്താ അതിങ്ങനെ എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, കറയുള്ള ഭാഗത്തെല്ലാം. ഇനി ഇതൊന്നും കൂടി ഒന്ന് നനച്ച് കൊടുക്കണം. ഡിറ്റർജൻറ്റ് ഇട്ട സമയത്ത് അത് നനഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ അതൊന്നും കൂടി ഒന്ന് നനച്ച് വെച്ചിരിക്കണം. അപ്പം ഒന്ന് ജസ്റ്റ് ഒന്ന് നനയണം കേട്ടോ. ആ രീതിയിൽ വേണം നമ്മളൊന്ന് നനച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കുറച്ച് നേരം ഇങ്ങനെ ഒന്ന് വെച്ചിരിക്കണം. ആ ഭാഗത്തെ കറ നന്നായിട്ട് ഇളകി ആ ഭാഗത്തൊക്കെ നന്നായിട്ട് ഈ ഡിറ്റർജൻറ്റും ബേക്കിംഗ് സോഡയും വിനാഗിരിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതിലേക്ക് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം എന്ന് പറയുമ്പോൾ നല്ല വെട്ടി തിളയ്ക്കുന്ന ചൂടുവെള്ളമാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു വെള്ള ഡ്രസ്സ് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാൻ. പിന്നെ ഒരുപാട് കറയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കുറച്ച് നേരം തിളപ്പിക്കുകയാണെങ്കിലും ചെയ്യാം. സ്റ്റൗവിൽ വെച്ചിട്ട് ഒരു പാത്രത്തിൽ, ഒരു സ്റ്റീലിൻ്റെ അലൂമിനിയം പാത്രത്തിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കുകയും ചെയ്യാം. ഇതിപ്പോൾ അത്രയ്ക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഈ ഒരു ഡിറ്റർജൻറ്റ് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് അലിയണം. അലിഞ്ഞതിന് ശേഷം നമുക്കിത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ചൂടുവെള്ളം ആയതുകൊണ്ട് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുന്നത്. ഇനി നമുക്കിത് കുറച്ച് നേരം വെച്ചിരിക്കണം. കുറച്ച് നേരം എന്ന് പറഞ്ഞാൽ കുറഞ്ഞതൊരു 4-5 മണിക്കൂറെങ്കിലും വെച്ചാൽ മാത്രമേ ഈ കറ ഇളകി കിട്ടുള്ളൂ. ഏറ്റവും നല്ലത് രാത്രി കിടക്കാൻ നേരം ഇങ്ങനെയുള്ള ഡ്രസ്സുകൾ ഒന്ന് മുക്കി വെച്ചിട്ട് കിടക്കുക. രാവിലെ ആകുമ്പോൾ എടുത്ത് മാറ്റുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നന്നായിട്ട് കറയൊക്കെ ഇളകി കിട്ടും.
ഇതിപ്പോൾ ഞാൻ ഒരു 5 മണിക്കൂർ കൂടുതലായിട്ടുണ്ട് കേട്ടോ. 5 മണിക്കൂർ ആയപ്പോഴാണ് നോക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം 2 മണിക്കൂറായ സമയത്ത് നോക്കിയപ്പോൾ കുറച്ച് കറയൊക്കെ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ വെച്ചു. അപ്പോൾ എന്തായാലും കുറച്ച് സമയം വെയിറ്റ് ചെയ്താൽ മാത്രമേ കറ പോകുള്ളൂ. അപ്പോൾ ദാ ഈ ഒരു ഡ്രസ്സിൻ്റെ കറയൊക്കെ പോയി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാ ഭാഗത്തുമുള്ള കറ എല്ലാം മാറിയിട്ടുണ്ട്. ആ കറയുള്ള ആ ഒരു പാട് പോലും ഇപ്പം ഈ ഒരു വൈറ്റ് ബനിയനിൽ കാണുന്നില്ല. വൈറ്റ് ബനിയൻ മാത്രമല്ല കേട്ടോ, കുട്ടികളുടെ യൂണിഫോമിൻ്റെ വൈറ്റ് ഷർട്ടൊക്കെ നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാവുന്നതാണ്, മുതിർന്നവരുടെയും അതുപോലെ തന്നെ. അപ്പോൾ നമുക്കിതാ ഇപ്പോൾ കറയൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് ഇതിപ്പം നമ്മൾ മെഷീൻ വാഷാണ് ചെയ്യുന്നതെങ്കിൽ പിന്നെ ഇതെടുത്ത് ഇങ്ങനെ ചെയ്തതിന് ശേഷം മെഷീനിലിട്ട് കഴുകാം. അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഡ്രസ്സൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം സാധാരണ വെള്ളത്തിൽ കഴുകിയെടുത്താൽ മതിയാവും. പിന്നെ കുറേ നേരം ഡിറ്റർജൻറ്റിൽ ഇട്ട് വെച്ചതായതുകൊണ്ട് ചെറിയ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഒന്ന് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് കഴുകുന്നതായിരിക്കും നല്ലത്. ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് നമ്മൾ ഒരുപാട് നേരം ഡിറ്റർജൻറ്റിൽ ഇട്ട് വയ്ക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഞാനിത് കഴുകിയതിന് ശേഷം ഇത് ഉണക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണങ്ങിയ സമയത്ത് ഒന്നും തന്നെ കാണുന്നില്ല. നല്ല ഷർട്ട് നല്ല പുതിയതുപോലെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് അയൺ ചെയ്തും കൂടെ എടുത്തിരിക്കുവാണ് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ബനിയനായതുകൊണ്ട് ഒരുപാട് പിഴിഞ്ഞ് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന ടിപ്സ് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്